സോഫ്റ്റ് ആണല്ലേ ഈ ഒരു ഐറ്റം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണ് ഈ ഒരു ഐറ്റം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തരിപ്പോളയാണ് കേട്ടോ. ഇത് ഏത് നാട്ടിലെ സ്പെഷ്യലാണെന്നുള്ളത് അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ 3 മുട്ടയിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ചെറിയ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല, ഞാൻ വറുത്ത റവ ആട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് ഇങ്ങനെ ചെറിയ സ്പീഡിലിട്ടിട്ട് അതൊന്ന് മിക്സ് ആകുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു 1/2 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും അങ്ങനെ തന്നെ ഒരുപാട് സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് മുട്ടയൊക്കെ അതിൻ്റെ ഫ്ലഫിനെസ് ഒക്കെ പോയി നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. എന്നിട്ട് ഇതുപോലൊരു സോസ് പാനിൽ നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ പുരട്ടിയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്കായിട്ട് കിട്ടും കേട്ടോ. 20 മിനിറ്റൊക്കെ എനിക്കായിട്ടുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ അതിൻ്റെ വെയിറ്റ് ഒഴിവാക്കിയിട്ട് കുക്കറിൽ ഒഴിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അടിഭാഗം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അടിയിൽ വേറൊരു പാനൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സോസ് പാൻ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തണുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. കോൺ ഷേപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്വയർ പീസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.